ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലാവ്ലിൻ കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശവുമായി കെ സുധാകരൻ. കേസിൽ സത്യവാങ്മൂലം നൽകിയതിൽ സർക്കാർ അലംഭാവം കാട്ടി. പിണറായിക്കെതിരെ പ്രവർത്തിക്കാൻ ചങ്കുറപ്പില്ലാത്ത നേതാക്കളാണ് UDF നേതൃത്വത്തിലുള്ളതെന്നും സുധാകരൻ. പിണറായിയെ ആർക്കും ഭയമില്ലെന്ന് ചെന്നിത്തലയുടെ മറുപടി. രാജ്യത്തെ തമ്മിലടിക്ക് കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് നരേന്ദ്രമോദി. 100 ദിവസത്തിനകം രാജ്യത്ത് ഭരണമാറ്റം. KPMS സമ്മേളനവും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മോദി ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനുമായി കൂടിക്കാഴ്ച നടത്തി. മോദി പ്രധാനമന്ത്രിയാവുന്നതിൽ സന്തോഷമെന്ന് തോമസ് മാർ അത്തനാസിയോസ്. സ്വകാര്യ കമ്പനി വഴി നടത്തിയ വൈദ്യുതി മീറ്റർ ഇടപാടിൽ കോടികളുടെ നഷ്ടം. പൊതുമേഖലാ കമ്പനിയെ ഒഴിവാക്കി കരാർ നൽകിയത് L&Tക്ക്. ഇടപാട് അന്വേഷിക്കണമെന്ന വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ അട്ടിമറിച്ചു. KPCC പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി KPCCയും ഹൈക്കമാൻഡും തമ്മിൽ തർക്കം രൂക്ഷം. VM സുധീരനെതിരായ നിലപാടിൽ ഉറച്ച് സംസ്ഥാന നേതൃത്വം. പുതിയ ഫോർമുലയും പരിഗണനയിൽ. ഓക്ലൻഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ന്യൂസിലൻഡിന്റെ ജയം 40 റൺസിന്. ശിഖർ ധവാന്റെ സെഞ്ചുറി പാഴായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെ പിന്തള്ളി ചെൽസി 1ാം സ്ഥാനത്ത്. ലാവ്ലിൻ കേസിൽ ഊർജ്ജ വകുപ്പ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിനെതിരെ രൂക്ഷ വിമർശവുമായി കെ സുധാകരൻ MP. ആരെയോ സംരക്ഷിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്ന് സുധാകരൻ തുറന്നടിച്ചു. പിണറായി വിജയനെതിരെ പ്രവർത്തിക്കാൻ ചങ്കുറപ്പില്ലാത്ത നേതാക്കളാണ് UDFന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്നും പുതുതായി ആരംഭിച്ച ഫേസ്ബുക്ക് പേജിൽ സുധാകരൻ ആക്ഷേപിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം ഘടകകക്ഷികളെയും പ്രതിക്കൂട്ടിലാക്കിയാണ് സുധാകരന്റെ വിമർശം. ലാവ്ലിൻ ഇടപാട് സംബന്ധിച്ച് ഊർജ്ജ വകുപ്പ് നൽകിയ സത്യവാങ്മൂലം നിരവധി സംശയങ്ങൾ ഉയർത്തുന്നതാണെന്ന് പറഞ്ഞാണ് സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. LDF കാലത്ത് സമർപ്പിച്ച സത്യവാങ്മൂലം ഇപ്പോൾ കോടതിയിൽ നൽകിയത് കേസ് നടത്തിപ്പിലെ അലംഭാവമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പിണറായി ഉൾപ്പെടെയുള്ളവരെ കീഴ്ക്കോടതി ഒഴിവാക്കിയതിന്റെയും ജഡ്ജിമാർ പിന്മാറുന്നതിന്റെയും ദുരൂഹത നിലനിൽക്കുമ്പോഴാണ് ഈ സത്യവാങ്മൂലം. എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു. ആരൊക്കെയോ ആരെയോ ഭയപ്പെടുന്നു. ആരെയോ സംരക്ഷിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന സുധാകരൻ രഹസ്യങ്ങളുടെ കലവറ പൊട്ടിക്കണമെന്ന് തുറന്നടിക്കുന്നു. പിണറായി വിജയനെതിരെ പ്രവർത്തിക്കാൻ ചങ്കുറപ്പില്ലാത്ത നേതാക്കൾ കോൺഗ്രസിന്റെയും UDFന്റെയും താക്കോൽ സ്ഥാനങ്ങളിൽ ഉള്ളതായി ജനം സംശയിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിൽ പതിരുണ്ടെന്ന് പറയാനും വയ്യ. പൊതുഖജനാവ് കൊള്ളയടിക്കുകയും അത് ചൂണ്ടിക്കാട്ടുന്ന VSനെ പോലുള്ളവർക്കെതിരെ പല്ലിറുമുകയും ചെയ്യുന്ന ഒരു മാടമ്പിക്കെതിരായ ആരോപണം തെളിയിക്കപ്പെടും വരെ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചാണ് സുധാകരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ലാവ്ലിനിൽ നൽകിയ സത്യവാങ്മൂലം വിശദീകരിക്കാൻ സർക്കാർ പെടാപ്പാടുപെടുന്നതിനിടെയാണ് സുധാകരന്റെ ഈ വിമർശം. UDFന്റെ താക്കോൽ സ്ഥാനക്കാർ എന്ന് വിമർശത്തിലൂടെ പ്രബല ഘടകകക്ഷി നേതാക്കളെയും സുധാകരൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. മീഡിയ 1 കണ്ണൂർ. ലാവ്ലിൻ കേസിലെ സത്യവാങ്മൂലത്തെ സംബന്ധിച്ച കെ സുധാകരന്റെ വിമർശത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മറുപടി. പിണറായി വിജയനെ ആർക്കും ഭയമില്ലെന്ന് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ലാവ്ലിൻ കേസിലെ ഗൂഢാലോചന പുറത്തുവരണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ആർക്കും പേടിയുണ്ടോ? കോൺഗ്രസിന് ആർക്കും പേടിയില്ല. പേടിക്കേണ്ട കാര്യം എന്താ? കോൺഗ്രസാണ് ഏറ്റവും കൂടുതൽ ലാവ്ലിൻ കേസിൽ ഫൈറ്റ് ചെയ്തത്. കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല. ലാവ്ലിൻ കേസിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റായി ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത്. ആ നിലപാടുകളൊന്നും ആരും മാറിയിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് നേതാവും MLAയുമായ ശ്രീ KNA ഖാദർ നമ്മോടൊപ്പം മലപ്പുറം സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം ശ്രീ CR നീലകണ്ഠനെ കൊച്ചി സ്റ്റുഡിയോയിലും ഉണ്ട്. ഒപ്പം ആനത്തലവട്ടം ആനന്ദൻ, അജയ് തറയിൽ തുടങ്ങിയ നേതാക്കളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ KNA ഖാദർ, സുധാകരന്റെ വിമർശനത്തിന് പിറകിൽ ചില ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇത്തവണ UDF നേതൃത്വത്തെ ഒന്നടങ്കമാണ് സുധാകരൻ വിമർശിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു, ആരൊക്കെയോ ഭയപ്പെടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ. ഇതിൽ രഹസ്യങ്ങളുടെ കലവറ പൊട്ടിക്കണമെന്നും സുധാകരൻ പറയുമ്പോൾ ലാവ്ലിൻ കേസിൽ എന്തോ ഒളിച്ചു വെക്കാൻ സർക്കാരിനുണ്ട് എന്ന ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന രീതിയിലാണ് സുധാകരന്റെ ഫേസ്ബുക്ക് വിമർശങ്ങൾ. സുധാകരൻ്റെ വിമർശനത്തിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ കാണിച്ചത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാണ്. സുധാകരൻ അങ്ങനെ സംശയം ജനിക്കത്തക്ക എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാകാം സുധാകരൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത്തരത്തിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ കുറ്റപ്പെടുത്തത്തക്ക കാര്യങ്ങളൊക്കെ ആ അഫിഡവിറ്റിലുണ്ട് എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കേസ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അത് വളരെ വൃത്തിയായിട്ടും നിയമപരമായിട്ടും നടത്തിക്കൊണ്ടുപോകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്.
ലാവലിൻ കേസിനെ സംബന്ധിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ലാവലിൻ കേസ് പിന്നെ PSP കരാറ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ഈ 3 ജലവൈദ്യുത പദ്ധതികളുടെയും റിപ്പയറിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കരാറ് SNC ലാവലിൻ എന്ന കമ്പനിയുമായിട്ട് ചെയ്തപ്പോൾ ആ കരാറിൻ്റെ ഭാഗമായി തന്നെ 100 കോടി രൂപ കണ്ണൂരിലെ ക്യാൻസർ സെൻറ്ററിന് കൊടുക്കാം എന്നൊരു ധാരണയിൽ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ 100 കോടി രൂപയിൽ 8 കോടി രൂപ ഇന്ത്യയിലേക്ക് വന്നു എന്നും ആ 8 കോടി രൂപ മദ്രാസിലെ ഒരു ടെക്നിക്കാലിയ എന്ന് പറഞ്ഞ കമ്പനിക്കാണ് കിട്ടിയതെന്നും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരാണ് ടെക്നിക്കാലിയ, എങ്ങനെയാണ് ആ കമ്പനിക്ക് 8 കോടി കിട്ടിയത്, കിട്ടിയ 8 കോടി എന്തു ചെയ്തു, ബാക്കി 92 എന്തുകൊണ്ട് ചോദിച്ചില്ല, അതുപോലെ എന്തുകൊണ്ട് ഈ 100 കോടിയുടെ ഓഫർ കരാറിൻ്റെ ഭാഗമാക്കിയില്ല, കൺസൾട്ടേഷൻ കമ്പനിയായിട്ടുള്ള SNC ലാവലിനെ പിന്നെ എന്തുകൊണ്ട് സപ്ലൈ കൂടി ചെയ്യാൻ യന്ത്രഭാഗങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചുമതല എന്തുകൊണ്ട് അവരെ ഏൽപ്പിച്ചു. ഇങ്ങനെ ധാരാളം ദുരൂഹതകൾ ആ കേസിലുള്ളത് കൊണ്ടാണ് ആ കേസ് CBI അന്വേഷണം എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് പോയത്. ശ്രീ കെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്താണ് സത്യം എന്ന് തെളിയിക്കാനുള്ള താല്പര്യം UDF സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ് വിമർശനം. അതിനുള്ള ബാധ്യത UDF സർക്കാരിനുണ്ട്. ബോർഡ് അത്തരത്തിലൊരു സത്യവാങ്മൂലം കൊടുക്കുകയാണെങ്കിൽ പോലും അതിൽ സർക്കാർ കാണിക്കേണ്ട ജാഗ്രത അതുണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. സർക്കാർ ഈ കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത കാണിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിർബന്ധമായിട്ടും സർക്കാർ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണിത്. പിന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഈ കേസിൻ്റെ യാതൊരു മെറിറ്റും ഒരു കോടതിയും ഡിസ്കസ് ചെയ്തിട്ടില്ല. സാങ്കേതികമായ കാരണങ്ങളാൽ കുറ്റപത്രം നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ് മാത്രമാണ് ഈ കേസ് കോടതി ഡിസ്മിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൻ്റെ മെറിറ്റ് ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിന് തക്ക രീതിയിൽ കേസ് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുവാൻ ആവശ്യമായ എല്ലാ നടപടികളും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കണം. അതിപ്പോൾ പിണറായി വിജയനോട് പ്രത്യേകമായ വിരോധമുള്ളത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ ഒരാളും മറ്റൊരാളോട് വിരോധം കാണിക്കേണ്ട പ്രശ്നമില്ല. ആരും ഭയപ്പെടുന്ന. ശ്രീ CR നീലകണ്ഠൻ, അതിൽ സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള സത്യസന്ധത അല്ലെങ്കിൽ താല്പര്യം അത് ബോധ്യപ്പെടുന്നുണ്ടോ? ഇനി സാങ്കേതികമായി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ കേസിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ സത്യവാങ്മൂലത്തിന്റെ പുറത്ത് മാത്രം? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കാര്യം, സർക്കാരിൻ്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത് സർക്കാർ ഒരാളല്ലല്ലോ, സർക്കാർ ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് ശ്രീ KN ഖാദർ പറഞ്ഞ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ പ്രശ്നങ്ങൾ കടക്കുന്നില്ല. ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞില്ല. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പരമാധികാര സ്ഥാപനം ഇപ്പോൾ 2G സ്പെക്ട്രം ആയാലും മുമ്പ് ബോഫേഴ്സ് ആയാലും ഹവാലയായാലും എല്ലാ കേസുകളും പുറത്തു കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് CAG. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ 2G സ്പെക്ട്രത്തിൽ അന്വേഷണം നടക്കുന്നത്, കോൾഗേറ്റ് കേസിൽ അന്വേഷണം നടക്കുന്നത്, ഇപ്പോൾ പല കേസുകളും വരുന്നത്. അങ്ങനെ CAG എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം ഇന്ത്യൻ പാർലമെൻറ്റിനും ഇന്ത്യൻ പ്രസിഡൻറ്റിനും കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോഴും വെബ്സൈറ്റിലുണ്ട്. 374 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെട്ടു, കേരള സർക്കാരിന് നഷ്ടപ്പെട്ടു, ഇലക്ട്രിസിറ്റി ബോർഡിന് നഷ്ടപ്പെട്ടു എന്നാണ് അതിൽ ഉത്തരം. അത് അല്ല എന്ന് ആണ്. അങ്ങനെ ഞങ്ങളുടെ ബോർഡിനൊരു നഷ്ടവും വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഊർജ്ജ വകുപ്പ് കൊടുത്തിട്ടുള്ള മറുപടി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്തത് അതുപോലെ തന്നെ എടുത്തു കൊടുത്തു എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു തമാശയുണ്ട്. തമാശ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് നിങ്ങൾ നോക്കുക, ഊർജ്ജ വകുപ്പിൻ്റെ പേരിലാണ് ഈ തകരാറുള്ളത്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഊർജ്ജ സെക്രട്ടറി അടക്കം ഒപ്പിട്ട കരാറാണ്. ആ കരാറിൽ അഴിമതി ഉണ്ട് എന്ന് CAG പറഞ്ഞാൽ ആ വകുപ്പ് എന്താ ചെയ്യുക? സാധാരണഗതിക്ക് വകുപ്പില്ല എന്ന് പറയും. വകുപ്പില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് പറയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അതിനോടൊരു മന്ത്രിയും അതിനുള്ള സംവിധാനങ്ങളുള്ളത്. പൊളിറ്റിക്കലാണ് ഡിസിഷൻ. ബോർഡിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ ഒരു കാലത്തും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കോൾഗേറ്റ് അഴിമതി നടക്കുന്നു. കോൾഗേറ്റ് അഴിമതി നടക്കുന്നതിന് ഈ വകുപ്പിനോട് നിങ്ങൾ വല്ല അഴിമതിയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ 2G സ്പെക്ട്രം അഴിമതി നടക്കുന്നു, 2G സ്പെക്ട്രം അത് നടപ്പാക്കുന്ന വാർത്താ വിതരണ വകുപ്പിനോട്, വാർത്താവിനിമയ വകുപ്പിനോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ വല്ല അഴിമതി ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ അഴിമതി ചെയ്തിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ അഫിഡവിറ്റ് അങ്ങനെ തന്നെ കോടതിയിൽ കൊടുക്കലാണോ UDF സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? LDF കൊടുത്ത അഫിഡവിറ്റ് അതുപോലെ കൊടുത്തു എന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ അപകടം പിടിച്ച അഫിഡവിറ്റാണ്. കാരണം ഇപ്പോൾ നേരത്തെ KN ഖാദർ പറഞ്ഞ ഒരു കാര്യവും എല്ലാ കാര്യവും നിഷേധിക്കാൻ കഴിയുന്ന ഒരു അഫിഡവിറ്റാണത്. എന്താ സാങ്കേതികമായി അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡിന് നഷ്ടമുണ്ടായിട്ടില്ല. അപ്പോൾ ചോദ്യം നമ്പർ 1, കഴിഞ്ഞ ഗവൺമെൻറ് ഒരു പക്ഷേ അവർ രക്ഷിക്കാൻ കൊടുത്തതായിരിക്കാം, അതെനിക്കല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിന് പിണറായി വിജയനെ രക്ഷിക്കാൻ ബാധ്യതയുണ്ടോ എന്ന് സുധാകരൻ്റെ സംശയം പ്രസക്തമാകുന്നു ഇവിടെയാണ്. കാരണം ഈ അഫിഡവിറ്റ് നാളെ കോടതിയിൽ പിണറായി വിജയനെ ഹാജരാക്കിയാൽ ഗവൺമെൻറ് നഷ്ടമില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. പിന്നെ ഗവൺമെൻറ് കക്ഷിയല്ല,
ഗവൺമെൻറ് ഇതിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് ഇതിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ കേരളത്തിനാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്, CBIയും ഇവർ മാത്രം പോരാ. കേരളത്തിനാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്, CBI അല്ല. CBI അന്വേഷിക്കുന്ന ഏജൻസി മാത്രമാണ്. യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് ഇതിൽ കക്ഷി ചേരേണ്ടായിരുന്നു. ചേർന്നില്ല എന്ന് മാത്രമല്ല, ഇനി ചേരാൻ ചെന്നാൽ പിണറായി വിജയന് ഈ അഫിഡവിറ്റ് എടുത്ത് വെച്ചാൽ മതി. കാരണം എന്താ, കേരളത്തിലെ ഊർജ്ജ വകുപ്പ് കൊടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ ഗവൺമെൻറ്. ഇനി ഒരു ചോദ്യം കൂടി. കേരളത്തിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ 5 പേർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കപ്പെട്ടു. ഈ 5 പേർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കപ്പെട്ടു. അതിനുശേഷമാണ് CBI അന്വേഷണം വരുന്നത്, കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ പിണറായി വിജയനില്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അഴിമതി നടന്നുവെന്ന് അന്നത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ആ റിപ്പോർട്ട് ഇവർക്ക് ബാധകമാണോ UDF ഗവൺമെൻറ് എന്ന് അവർ പറയണം. മറ്റേ പിണറായി വിജയൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പിണറായി വിജയൻ വരുമ്പോഴാണല്ലോ ഇതിൽ പ്രശ്നം വരുന്നത്. മൂന്നാമത്തെ കാര്യം, CAG റിപ്പോർട്ട് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ CAGക്ക് അല്ലാതെ ഈ ഭൂലോകത്ത് വേറെ ആർക്കും അവകാശമില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യയിലെ പ്രസിഡൻറ്റും പറയണം. അത് തെറ്റാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ലാവ്ലിൻ കേസിൽ തള്ളിയിട്ടില്ല എന്ന് മാത്രമല്ല, റിപ്പോർട്ട് ഇപ്പോഴും നിൽക്കുന്നു. അത് നിൽക്കുന്നിടത്തോളം ഇങ്ങനൊരു അഫിഡവിറ്റ് കൊടുത്തുവെങ്കിൽ അതിന് രാഷ്ട്രീയമായ തീരുമാനത്തിൽ അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ UDF അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അബദ്ധം പറ്റേണ്ട ഒരു കാര്യമാണോ ലാവ്ലിൻ എന്ന ചോദ്യമുണ്ട്. എനിക്കിതിൽ അഭിപ്രായമുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ സുധാകരൻ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു, UDFൽ കുറേ പേർക്ക് പിണറായിയെ രക്ഷിക്കണമെന്ന് കൃത്യമായ ആഗ്രഹമുണ്ട്. ഇതിൽ കൂട്ടുകച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നമുക്ക് വേണ്ടി ചർച്ചയിലേക്ക് പോകാം. കൂട്ടുകച്ചവടത്തിൻ്റെ പ്രശ്നം ഇതിൽ മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ അഫിഡവിറ്റ് വളരെ അപകടകരമാണ് സാങ്കേതികമായി പോലും എന്ന് ഞാൻ വിചാരിക്കും. യെസ്, ശ്രീ സിയാർ നീലകണ്ഠൻ തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, സ്ഥിരമായി കൂട്ടുകച്ചവടത്തെക്കുറിച്ചുള്ള ചർച്ച കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു. ലാവ്ലിൻ കേസ് നമ്മൾ ചർച്ച ചെയ്യുന്നതിലപ്പുറം ഇവിടെ സുധാകരന്റെ ആരോപണം വളരെ പ്രസക്തമാണ്. പിണറായിയെ ഭയമാണ് ഇവർക്ക്, അതുകൊണ്ട് എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു, ഭയപ്പെടുന്നു തുടങ്ങിയ പ്രയോഗങ്ങളാണ് സുധാകരൻ നടത്തുന്നത്. ഇത് ഈ കേസിൽ മാത്രമല്ല, TP കേസിലും നേരത്തെ സുധാകരൻ ഇതിന് സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഒത്തുകളി ആരോപണം നിരന്തരം ഉന്നയിക്കപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇത് നാട്ടുകാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. LDFന്റെ നേതാക്കളും UDFകാരുമായി ഒരു ഒത്തുകളിയുണ്ടെന്ന്. ഇത് തലയ്ക്ക് സുബോധമുള്ള ഒരു മനുഷ്യരും പറയില്ല ഇങ്ങനെ ഒരു ഒത്തുകളിയുണ്ടെന്ന്. കാരണം UDFന്റെ ആൾക്കാർ ഇടതുപക്ഷങ്ങളുടെ നേതാക്കന്മാരെ കള്ളക്കേസിൽപ്പെടുത്താനും അവർക്കെതിരായിട്ടുള്ള ഏതെല്ലാം കേസുകൾ കുത്തിപ്പൊക്കാൻ കഴിയുമോ അതെല്ലാം കുത്തിപ്പൊക്കുകയും ചെയ്യുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ആ ഭരണത്തിന് കീഴിൽ LDFന്റെ നേതാക്കളും UDFുമായ ഒരു ഒത്തുകളി ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ഥിരബുദ്ധിയുള്ളവർ ഒരു മനുഷ്യരും ഇത് വിശ്വസിക്കില്ല. ഇവിടെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അഴിമതി കാട്ടിയിട്ടില്ലെന്ന് ഇപ്പൊ മാത്രമല്ല, ഇതിനു മുമ്പുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ഉണ്ടായിരുന്ന UDF ഗവൺമെന്റ് കാലത്ത് തന്നെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ച് വിജിലൻസ് അക്കാര്യത്തിൽ പിണറായി വിജയൻ കുറ്റവാളിയല്ല, അഴിമതി നടത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം പിണറായി വിജയനെ ബോധപൂർവമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളൊരു കേസിൽ പെടുത്താനായിട്ടാണ് CBIക്ക് അവസാനം തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ വിട്ടത്. അതിനുശേഷം വർഷങ്ങൾ നീണ്ടുപോയതിനു ശേഷം CBI അന്വേഷണം നടത്തി. CBI അന്വേഷണം നടത്തിയിട്ട് അവരും പറഞ്ഞു 5 നയ പൈസയുടെ അഴിമതി പിണറായി വിജയൻ നടത്തിയിട്ടില്ല എന്ന് അവർ കണ്ടെത്തി. എന്നിട്ടും വിട്ടില്ല, അതിന്റെ പിന്നാലെ പോയി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട്. CBI കോടതി തന്നെ അവസാനം അവരെ ആ കേസിനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയപ്പോൾ അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്ത് പിണറായി വിജയൻ തന്നെ നിങ്ങൾ ഒന്നുകിൽ ഞാൻ കുറ്റവാളിയാണെന്ന് പറയണം, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കണം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ അവിടെ ഈ ലാവ്ലിൻ കേസിന്റെ ലാവ്ലിന്റെ ഇവിടെ കമ്പനിയുടെ MD ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനിശ്ചിതമായി കേസ് നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് അയാൾ പ്രത്യേക വിചാരണ ചെയ്യണം, ഞങ്ങളെ കുറ്റവിമുക്തരാക്കാൻ കഴിയുമെങ്കിൽ ആക്കണം, അതല്ലെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം. ആ കേസ് അങ്ങനെ അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്ത് കേസ് എടുപ്പിച്ചിട്ട് CBI കോടതി പറഞ്ഞു പിണറായി വിജയൻ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരാളും തെറ്റ് കാണിച്ചില്ലെന്ന് പറഞ്ഞ് അവരെ 7 പേരെ കുറ്റവിമുക്തരാക്കി. എന്നിട്ടും വിടാതെ സുധാകരനും കോൺഗ്രസിനകത്തുള്ള ഒരു സെറ്റ് ആൾക്കാരും വീണ്ടും ഈ കേസുമായിട്ട് നടക്കുകയാണ്. വീണ്ടും അതിന്റെ മേൽക്ക് അപ്പീൽ കൊടുക്കാനും കേസ് വിചാരണ നടത്താനും നടക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു, ഇലക്ട്രിസിറ്റി ബോർഡ് സമ്മതിച്ചു. ഇപ്പോഴല്ല, അവർ ഇതിന് മുമ്പുള്ള UDF ഗവൺമെന്റ് കാലത്തിൽ സമ്മതിച്ചതാണ്. തിരിച്ചെത്താം. ശ്രീ അജിത് റയിൽ, അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഗവൺമെന്റ് സമ്മതിച്ചു എന്ന് വാദിക്കാൻ തക്ക വിധം കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ സത്യവാങ്മൂലം നിലനിൽക്കെ എങ്ങനെയാണ് സർക്കാരിന് ഈ കേസിൽ കക്ഷി ചേരാൻ തന്നെ കഴിയുക? CAG റിപ്പോർട്ട് അങ്ങനെ നിൽക്കുന്നു, സത്യവാങ്മൂലം ഇവിടെ ഈ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ കേസിൽ കക്ഷി ചേരുന്നതിന് പോലും തടസ്സമാകും ഈ സത്യവാങ്മൂലം. അല്ല, ഒന്ന് ഗവൺമെന്റ് കക്ഷി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ
CBI ആണ് ഇക്കാര്യത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ശ്രീ പിണറായി വിജയനെ ഒരു ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാക്കണമെന്ന ഒരു നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഉള്ളത്. അതിന് ശ്രീ പിണറായി വിജയൻ നിന്ന് കൊടുക്കുന്നില്ല. ഒരു ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാകാതെ തന്നെ താൻ ഈ കേസിൽ നിന്നും വിമുക്തനാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. അത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തൊരു അഫിഡവിറ്റ്, ആ അഫിഡവിറ്റ് റീപ്രൊഡ്യൂസ് ചെയ്തു എന്നത് സത്യമാണെങ്കിൽ പോലും ഇനിയും ഗവൺമെന്റ് അക്കാര്യത്തിൽ അഭിപ്രായം പറയാനും ഗവൺമെന്റ് കക്ഷി ചേരാനും ഒക്കെ കഴിയും. അതെങ്ങനെ കഴിയും ശ്രീ അജയ് തറയിൽ? ഇനി മറ്റൊരു സത്യവാങ്മൂലം നൽകാൻ കഴിയുമോ? മറ്റൊരു നിലപാട് കോടതിയിൽ എടുക്കാൻ കഴിയുമോ? ഗവൺമെന്റ് പറയാൻ കഴിയുമല്ലോ. മലബാർ ക്യാൻസർ സെന്ററിന്റെ കാര്യത്തിൽ പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ എഗ്രിമെന്റ് പാലിക്കപ്പെട്ടില്ല. അതാണല്ലോ ഫസ്റ്റ് ചാർജ് ഷീറ്റ്. ഇത് ഗവൺമെന്റ് നഷ്ടമുണ്ടായിട്ടില്ല എന്ന വാദഗതിയാണ് ഇവർ പറഞ്ഞത്. അത് ഗവൺമെന്റിന് നഷ്ടമുണ്ടായിട്ടില്ല, നഷ്ടമുണ്ടായി എന്ന CAGയുടെ റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറാകില്ല. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടം വന്നു എന്ന് അഡ്മിറ്റ് ചെയ്യില്ല. അത് സത്യം, ഒരു വസ്തുതയാണ്. അത് അവരുടെ സാങ്കേതികമായ പ്രശ്നമാണ്. പക്ഷെ CBIയുടെ കേസ് എന്താ? ഗവൺമെന്റ് നഷ്ടമുണ്ടായി എന്നതോടൊപ്പം തന്നെ ഇവിടെ മലബാർ ക്യാൻസർ സെന്ററിന് 100 കോടിയോളം രൂപ കൊടുക്കാമെന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് നടപ്പാക്കാനും അത് ലാവലിൻ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനും പിണറായി വിജയൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ പറയുന്നു ആ പണം കാനഡയിൽ നിന്നും പുറപ്പെട്ടു, ഇന്ത്യയിലെത്തി, പക്ഷേ മലബാർ ക്യാൻസറിലേക്ക് എത്തിയില്ല. അതാണ് ഇവിടുത്തെ ആരോപണം. ആ ആരോപണം തെളിയിക്കാൻ വേണ്ടിയാണ് CBI എൻക്വയറി വേണമെന്ന് CBI എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ആ കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാകാതെ തന്നെ പ്രഥമ ദൃഷ്ടിയ പിണറായി വിജയൻ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രയൽ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ഗവൺമെന്റ് പോകുന്നു, വ്യക്തികൾ പോകുന്നു, CBI പോകുന്നു. പിണറായി വിജയൻ കുറ്റക്കാരൻ അജയ് തറയിൽ തന്നെയാണ്. അതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ സത്യവാങ്മൂലത്തിൽ സർക്കാരിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറയേണ്ടി വരും. അതുതന്നെയാണ് സുധാകരന്റെ വിമർശത്തിന്റെ അടിസ്ഥാനവും. ജാഗ്രത കുറവുണ്ട്, തീർച്ചയായിട്ടും ജാഗ്രത കുറവുണ്ട്. അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളിലും വീഴ്ചകളെ പറ്റിയത്. അത് മനഃപൂർവ്വമാണോ, ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്നതാണോ, ഏതിനെ കുറിച്ചാണ് വിശകലനത്തിന് ആവശ്യം? മനഃപൂർവ്വം ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന വാദഗതി എനിക്കില്ല. ഏതായാലും ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും UDF നേതാക്കന്മാർക്കും പിണറായി വിജയനെ ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാക്കണം എന്ന നിർബന്ധ ബുദ്ധി തന്നെയാണുള്ളത്. അതിനകത്തൊരു തർക്കവും വേണ്ട. അവിടെ ശ്രീ സുധാകരന്റെ സംശയത്തിന് ഉള്ള കാരണം ഇവിടെ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ ഒരു നല്ലൊരു മാനിപ്പുലേറ്ററാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി അതിൽ UDF നേതാക്കളും ഉണ്ട്, കോൺഗ്രസ് നേതാക്കളും ഉണ്ട്. കോൺഗ്രസ് നേതാക്കളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റാരൊക്കെയാണ്? ഉദ്യോഗസ്ഥ ബന്ധങ്ങളുണ്ട്, അതിനകത്തുണ്ടാകാം. ഇവിടെ നിങ്ങൾക്കറിയാലോ, മാർക്സിസ്റ്റ് പാർട്ടി തന്റെ കൈവെള്ളയിൽ ഒതുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഹീന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ പാർട്ടിക്കകത്തെ നേതാക്കന്മാരെയും ആ പാർട്ടിയിലെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും കയ്യിലാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനകത്തും ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും ഇലക്ട്രിസിറ്റി ബോർഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പിണറായി വിജയന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് പറയുന്നില്ല. അതിന്റെ നിഷ്കളങ്കമായി തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ, അല്ലാതെ അത് തെറ്റാണെന്ന് പറയാൻ ഒരു വാദഗതിയില്ല. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല, UDF നേതൃത്വവും ഇക്കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി നിൽക്കുന്നവരാണ്. അത് ആ ഒരു ഔദാര്യത്തിൽ, അവരെ എന്തെങ്കിലും ഔദാര്യത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ CR നീലകണ്ഠൻ, എപ്പോഴും കൃത്യമായ ഏതെങ്കിലും LDF UDF ഒത്തുതീർപ്പ് എന്നതാണോ, അതോ അഴിമതി പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്ന് എന്ന ഒരു സ്ഥിരവികാരമാണോ ഇവിടെ പ്രകടമാവുന്നത്? മറിച്ച് UDFൽ നിന്ന് എന്തെങ്കിലും നേട്ടം അല്ലെങ്കിൽ CPMൽ നിന്ന് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് UDF ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു എന്നാണോ? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഴിമതി എന്ന വിഷയത്തിൽ ഇന്ത്യയിൽ UDF LDF എന്നല്ല, ഏതാണ്ടൊരു സർവകക്ഷി സമവായം അഴിമതി എന്ന വിഷയത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ 60-65 കൊല്ലമായി ഇന്ത്യയിൽ എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബോഫേഴ്സ് മുതൽ ഇങ്ങോട്ടുള്ള അഴിമതി ആരോപണങ്ങൾ എത്രയാണ്? എത്ര രാഷ്ട്രീയ നേതാക്കൾ ഇതിനകം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം എടുത്താൽ ഇന്ത്യയിൽ അഴിമതി നടന്നിട്ടേ ഇല്ല. ഒരഴിമതി നടന്നിട്ടില്ല. ആകെ ഒരു ബാലകൃഷ്ണപിള്ള 15 ദിവസമോ 20 ദിവസമായിട്ട് ജയിലിൽ കിടന്നു. അതും VS അച്യുതാനന്ദൻ എത്രയോ കാലം അതിൻ്റെ പിന്നാലെ നടന്നിട്ട്. അല്ലെങ്കിൽ ഒരു ലല്ലു പ്രസാദ് യാദവ്
വലിയൊരു അഴിമതി നടത്തിയെന്ന് പറയുന്നു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടും വളരെ സുഖകരമായി നിയമത്തിൻ്റെ ചെറിയൊരു പഴുത് ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെട്ട് നടക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് വരെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അഴിമതിക്ക് അപ്പോൾ ജയലളിത, ഇപ്പോൾ CPM ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത് ജയലളിതയ്ക്കെതിരെ കേസ് എടുക്കാമെന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ അല്ലെങ്കിൽ ബിജു പട്നായക്, ഞാനങ്ങനെ ഓരോരുത്തരെ കുറിച്ചല്ല, ഇവരൊക്കെ തന്നെ ഇത് തമ്മിൽ സമവായമുണ്ട്. ഒരഴിമതി നേതാവും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ അജയ് തറയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ജുഡീഷ്യൽ വിചാരണ വേണമെന്ന്. ഒരു വിചാരണ നടക്കൂല എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ സരിത, ഞാൻ ഒറ്റ ഉദാഹരണം, സരിത വളരെ എത്ര ദിവസം കത്തി നിന്നു ഇവിടെ കേരളത്തിൽ. ഏതെങ്കിലും വിധത്തിൽ ഒരു ശിക്ഷ നടപടിക്ക് ഉമ്മൻചാണ്ടി കുറ്റം ചെയ്തതെന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണമെന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാനത് ഇല്ലയെന്ന് തന്നെ പറയും. ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് നിരവധി സംഭവങ്ങൾ അറിയാം. ഇപ്പോൾ കേരളത്തിലെ ടോൾ പോലെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ശശീന്ദ്രൻ്റെ മരണം, മലബാർ സിമെൻറ്റിലെ ശശീന്ദ്രൻ്റെ മരണം ഒരഴിമതിയുമായി, വലിയൊരു അഴിമതി റാക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഏത് രാഷ്ട്രീയ നേതാവിനാലും താല്പര്യമുള്ളത് ഒരു VC ജോർജോ അല്ലെങ്കിൽ ഒരു VS അച്യുതാനന്ദനോ ചിലപ്പോഴും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു VM സുധീരൻ ഉണ്ടായേക്കാം. അതിനപ്പുറത്ത് ആരുണ്ട് ഇതിനകത്ത്? ആരുമില്ല. അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ സർവകക്ഷി സമവായമുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ അഴിമതി മാത്രമല്ല. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഘടകകക്ഷികളിൽ പലരും, ഇപ്പോൾ KM മാണി പച്ചയായിട്ട് പറഞ്ഞല്ലോ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് ഞാൻ കരുതുന്നതേയില്ല. UDFൻ്റെ നേതാവ് അജയ് തറയിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെ എല്ലാം ബൈറ്റ് കാണും. ഇപ്പോൾ ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിനകത്ത് പോലും KN ഖാദർ ക്ഷമിക്കുക, കൃത്യമായും ലാവ്ലിൻ കേസിനെ പറ്റി ഊന്നി സംസാരിക്കുന്ന വളരെ കുറച്ച് നേതാക്കളെ ലീഗിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ലാവ്ലിൻ കേസ് വരുമ്പോൾ ഇവർ മാറും. അതുപോലെ ചില കേസ് ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടുമുണ്ട്. ഈ സർവകക്ഷി സമവായം നമ്മുടെ നാട്ടിൽ നിരവധി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും ആരോപിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പല അപകടങ്ങളും കേരളത്തിലുണ്ടോ? കാരണം എന്താ, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ജനലോക്പാലിന് കൊണ്ട് എന്താ ജനങ്ങൾ പിന്തുണ നൽകിയത്? ജനലോക്പാലിന് അഖിലേന്ത്യാ തലത്തിൽ ജനങ്ങൾ പിന്തുണ നൽകിയത് അന്നാ ഹസാരയുടെ വ്യക്തിത്വം കൊണ്ടോ കെജ്രിവാളിൻ്റെ ഇതും കൊണ്ടോ അല്ല. ഈ അഴിമതിയിൽ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ശ്രീ KN ഖാദർ, ഒരു സർവകക്ഷി സമവായം അഴിമതി കാര്യത്തിലുണ്ട് എന്ന് CR നീലകണ്ഠൻ ആരോപിക്കുന്നു. ഒപ്പം ശ്രീ അജയ് തറയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ജാഗ്രത കുറവുണ്ടായി എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിൽ ഉദ്യോഗസ്ഥ വൃന്ദം കൂട്ടുനിന്നു എന്ന് ആരോപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും അല്ല, അതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ CR നീലകണ്ഠൻ ഈ സംസാരിച്ച വിഷയം വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു വിഷയമാണ്. അഴിമതി നടത്തുന്ന സാഹചര്യങ്ങളും ഒരുപാട് കേസുകളൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ കേസുകളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ച് നമ്മളിപ്പോൾ ഇവിടെ ആ ചർച്ച നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വിസ്തരിച്ച് രാജ്യത്തെ ജനാധിപത്യ സംവിധാനവും അതിനകത്ത് നിലനിൽക്കുന്ന അഴിമതിയും പാർട്ടികൾ തമ്മിലോ നേതാക്കന്മാർ തമ്മിലോ അതിനകത്തുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ സമവായങ്ങളോ ഉണ്ടെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ജയിച്ചു വരാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ചില ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ്. ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും കെജ്രിവാളിൻ്റെ ഗവൺമെൻറ് പോവുകയും ചെയ്താലും ആ ആശയങ്ങൾക്ക് മരണമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അണ്ണാ ഹസാരയ്ക്ക് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം കൊണ്ടാണ് പ്രസിദ്ധി ഉണ്ടായതെന്നൊക്കെ വളരെ വ്യക്തമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ പരിമിതമായൊരു കാര്യമാണ്. ഇതിലിപ്പോൾ പിണറായി വിജയൻ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം. CBI കോടതി കുറ്റപത്രത്തിൻ്റെ സാങ്കേതികമായ തകരാറ് കൊണ്ട് പുറത്താക്കി അല്ലെങ്കിൽ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം പുറത്തു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സമർപ്പിച്ച സത്യവാങ്മൂലം ശരിയായ സത്യവാങ്മൂലം അല്ലെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ അപാകതകളുണ്ടെങ്കിൽ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് എന്തെങ്കിലും പഴുതുകൾ അതിനകത്തുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. സുധാകരനെ പോലുള്ള ആളുകൾക്ക് അത് ചെയ്യാവുന്നൊരു കാര്യമാണ്. സുധാകരനെ പോലുള്ള ആളുകൾ ആ സത്യവാങ്മൂലം പരിശോധിച്ച് അതിനകത്ത് പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം. ആ ശരിയായ സത്യവാങ്മൂലം പിന്നെ തിരുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കണം. അത് നമ്മൾ പുറത്ത് ഡിസ്കസ് ചെയ്താൽ ഒരു വലിയ ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുറത്തിങ്ങനെ ചർച്ച ചെയ്യുന്നു, പത്രങ്ങളിലൊക്കെ വരുന്നു, മാധ്യമങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സത്യവാങ്മൂലം തിരുത്തുന്നു എന്ന് ഏതെങ്കിലും ഗവൺമെൻറ് തീരുമാനിക്കുമോ? എല്ലാ വിഷയങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് കോൺക്രീറ്റായിട്ടൊരു നടപടി സ്വീകരിക്കാൻ ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അതിന് തയ്യാറായിട്ട് സുധാകരൻ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ ഗവൺമെൻറ്റിന് തന്നെ പരിശോധിച്ചിട്ട് ആ സത്യവാങ്മൂലം കൊടുത്തതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാം, അല്ലെങ്കിൽ ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കാം. അതല്ലാതെ ബോധപൂർവം ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു എഫർട്ട് ഈ മന്ത്രിസഭയിൽ ആരെങ്കിലും എടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഫൈറ്റ് ചെയ്തതാണ്. ഞങ്ങളൊക്കെ തന്നെ ഈ വിഷയം ധാരാളമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ്.
ഇത് സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. CR നീലകണ്ഠൻ ഇത് സംബന്ധിച്ച് പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കുക, അതിലൊരു ചർച്ചയാക്കി കൊണ്ടുവരിക എന്നതിലപ്പുറത്തേക്ക് അതിലെ ഒരു സൂക്ഷ്മത പിന്നീട് കാണുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാത്രം ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ, അത് സ്ത്രീപീഡന കേസുകളായാലും ഇത്തരം അഴിമതി കേസുകളായാലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാവും. പക്ഷേ യഥാവിധി അത് പ്രയോഗിക്കേണ്ട സ്ഥലത്ത് അത് പ്രയോഗിച്ച് കാണുന്നുമില്ല. അവിടെയാണ് സംശയം ജനിക്കുന്നത്. അത് നേരത്തെ ശ്രീ CR നീലകണ്ഠനോട് ചോദിച്ചത്, കേരളത്തിലെ LDF UDF ഒരു സമന്വയം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അത് എല്ലായിടത്തും നടക്കുന്ന ചില നീക്കുപോക്കുകളാണ് എന്നും CR നീലകണ്ഠൻ വ്യാഖ്യാനിക്കുകയാണ് രാജ്യത്തെ പല അഴിമതി കേസുകളും ഉന്നയിച്ചുകൊണ്ട് ചെയ്തു. ഈ CR നീലകണ്ഠൻ പറഞ്ഞ കാര്യം ഞാനതാ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്തും സമൂഹത്തിലും പിടികൂടിയിട്ടുള്ള ബാധിച്ചിട്ടുള്ള വളരെ ആഴമേറിയ ജീർണതകളുടെ ചില കാര്യങ്ങളുണ്ട്. അത് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളെ മാത്രം പിടികൂടിയ ഒരു കാര്യമല്ല, ചില അപൂർവ നേതാക്കളെ മാത്രം പിടികൂടിയ കാര്യമല്ല. നാം എല്ലാം ആ ജീർണതകളുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ജീർണതകളുണ്ട്. അത് ലാവ്ലിൻ കേസിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണോ? എന്നല്ല ഞാൻ പറയുന്നത്. അത് എവിടെയെല്ലാം ബാധിച്ചിട്ടുണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആ ജീർണതകൾ സമൂഹത്തിൽ ആകെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീർണതയ്ക്കെതിരായി ശക്തമായ പോരാട്ടം ആവശ്യമാണ്. എല്ലാ ആളുകളും അതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. നല്ലവരായിട്ടുള്ള ആളുകളുണ്ട്, അഴിമതി രഹിതരായിട്ടുള്ള ആളുകളുണ്ട്, കളങ്കരഹിതരായിട്ടുള്ള ആളുകളുണ്ട്, സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളുണ്ട്, ജനപക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള പോസിറ്റീവ് സൈഡ് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്നാൽ ചില പുഴുക്കുത്തുകൾ സമൂഹത്തിലുണ്ടാവും. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ചെയ്യണം. ഇപ്പൊ ഇതിലെന്താ പ്രശ്നം? അങ്ങനെ ചില ജനറലൈസേഷനിൽ ഒതുക്കാവുന്നതാണോ? അങ്ങനെയാണോ ഇതിനെ ചർച്ച ചെയ്യേണ്ടതും? അല്ല, അങ്ങനെ ഒതുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ, നമുക്ക് പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായി, ആദർശപരമായി സംസാരിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പ്രശ്നങ്ങളിൽ, ഓരോ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് വ്യക്തമായി ഇഷ്യൂ ബേസ്ഡ് ആയിട്ടും ചർച്ച ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അത് ഞാൻ ശരിയാണ്, പൊതു വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ എടുക്കുക. കേരളത്തിലെ നടന്ന പരസ്പരം UDF LDF പരസ്പരം ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ എത്ര എണ്ണം, ഞാൻ വെല്ലുവിളിക്കുന്നു, എത്ര എണ്ണം മുമ്പോട്ട് കൊണ്ടുപോയി ശിക്ഷിപ്പിക്കാൻ അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ രണ്ട് മുന്നണികളും എത്രത്തോളം താല്പര്യമുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കുന്നുവോ പറയുന്നുവോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ അസംബ്ലി, എത്ര ദിവസം അസംബ്ലി സ്തംഭിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഓരോ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ. പക്ഷേ അഴിമതി ആരോപണത്തിൽ എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ 57 മന്ത്രിസഭയ്ക്കെതിരായ KC ജോർജിൻ്റെ ഒരു അഴിമതി ആരോപണമാണ് അന്വേഷിച്ച് കണ്ടെത്തിയത്. പിന്നെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ചോ കണ്ടെത്തിയോ കമ്മീഷൻ എവിടെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ? എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ചോദ്യം കേവലമായി ആദർശാത്മകമായ ചോദ്യമല്ല. അത് തന്നെ ലാവ്ലിൻ കേസിലും ഉണ്ടാകാൻ പോകുന്നു എന്ന ഭയം ഒരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് LDFൻ്റെയോ UDFൻ്റെയോ ഞാൻ പിണറായി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ശ്രീ CR നീലകണ്ഠൻ, ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ മാറിയാലും ഊർജ്ജ വകുപ്പിന് അല്ലെങ്കിൽ ബോർഡിന് ഒരു നിലപാടുണ്ട്. ആ നൽകിയ സത്യവാങ്മൂലത്തിൽ പിന്നീട് ഒരു തിരുത്ത് സാധ്യമാണോ? അതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ലേ? ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതൃത്വമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ? ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ആണല്ലോ പിണറായി വിജയനെ വിചാരണ ചെയ്യേണ്ടതില്ല എന്ന് ഗവർണർക്ക് റിപ്പോർട്ട് കൊടുത്തത്. ഈ ഗവൺമെൻറ് കാലത്താണെങ്കിൽ റിപ്പോർട്ട് അങ്ങനെയാവില്ലല്ലോ. അത് തിരുത്താൻ ഈ ഗവൺമെൻറ് അവകാശമുണ്ട്. തീർച്ചയായും ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം കൊടുത്തിട്ടുള്ളതെങ്കിൽ ആവാനാണ് എല്ലാ സാധ്യതയും. കാരണം എന്താ, അവരെ തന്നെ നടത്തി, അവരുടെ ആളുകൾ തന്നെയാണ്. അന്ന് പിണറായി വിജയൻ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇടതുപക്ഷം വരുമ്പോൾ അന്നത്തെ ബോർഡിനുണ്ടായത്. ആ ബോർഡ് ഊർജ്ജ വകുപ്പ് അങ്ങനെ കൊടുക്കും. മാത്രമല്ല ഊർജ്ജ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഊർജ്ജ സെക്രട്ടറിയുടെ അഭിപ്രായം അതാണോ? ഇപ്പോഴുള്ള ഊർജ്ജ മന്ത്രിയുടെ അഭിപ്രായം അതാണോ? ഇപ്പോഴുള്ള ഊർജ്ജ വകുപ്പിൻ്റെ അഭിപ്രായം അതാണോ? ബോർഡ് അധികാരികളുടെ അഭിപ്രായം അതാണോ? ആണെങ്കിൽ അത് അപകടകരമാണ്. ഞങ്ങൾ അറിയാതെ എടുത്തു കൊടുത്തു എന്നോ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രം ചെയ്തു എന്നോ പറഞ്ഞാൽ വളരെ ലളിതമായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്നുകൂടി കാണാം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിലേക്ക് ഒന്നുകൂടി പോകാം. ഇത് ഇപ്പം പുതിയതായിട്ട് കൊടുത്തതല്ല. പുതിയതായിട്ട് കൊടുത്തതാണോ എന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് കൊടുത്തതാ. ഇത് വളരെ നേരത്തെ കൊടുത്ത മറുപടിയാണ്. ആ മറുപടി അത് പിന്നെ അന്ന് കൊടുത്ത മറുപടി ഇന്നിപ്പോ ഇപ്രാവശ്യം കൊടുക്കുമ്പോൾ മാറ്റാൻ പറ്റുമോ? ഇത് ഫയലിലുള്ള ഒരു രേഖ മാറ്റണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് വലിച്ചു കയറി കളഞ്ഞേച്ച് പുതിയത് വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്?
മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉമ്മൻചാണ്ടി വിശദീകരിക്കുകയായിരുന്നു. ശ്രീ CR നീലകണ്ഠൻ, താങ്കളും കേട്ട് കാണും, അത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഫയലുള്ള രേഖകൾ കീറിക്കളയണമെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തിയത്? എന്തിനാ തെരഞ്ഞെടുപ്പിൽ ഈ വാദം ഉന്നയിച്ചത്? ഈ വാദം ആര് ഭരണത്തിലിരിക്കട്ടെ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫയലിൽ ഞങ്ങൾക്കൊരു നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് കാണിച്ചതെങ്കിൽ UDF നേതാക്കന്മാർ ഇതിൽ അഴിമതി നടന്നു എന്ന കേസുണ്ടെങ്കിൽ മാപ്പ് പറയണം. ഇക്കാര്യത്തിൽ ഞാനത് പറയുന്നു. അത് പറഞ്ഞ നേതാക്കന്മാർ മുഴുവൻ മാപ്പ് പറയണം. കാരണം എന്താ, അഴിമതി നടന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ KN ഖാദർ പറഞ്ഞ പോലെ ലളിതമല്ല വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നഷ്ടം സംഭവിച്ചു എന്ന് തന്നെയാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ നഷ്ടം വന്നത്? അപ്പോൾ ചോദ്യങ്ങൾ വേറെയുണ്ട്. CAG റിപ്പോർട്ട് തിരുത്താൻ ഇലക്ട്രിസിറ്റി ബോർഡിന് എവിടെ അവകാശം? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2G സ്പെക്ട്രം ഇത്രയും വലിയ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൻ്റെ വകുപ്പുകാരനോട് ചോദിച്ചിട്ട് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞാൽ അവിടുത്തെ വകുപ്പ് സെക്രട്ടറി എന്താ കൊടുക്കുക? കമ്മ്യൂണിക്കേഷൻ വകുപ്പ് സെക്രട്ടറി എന്താ കൊടുക്കുക? അയാൾ എഴുതി കൊടുക്കും ഇവിടെ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല. പിന്നെന്താ പ്രശ്നം? അപ്പോൾ കോടതി ശ്രീ KN ഖാദർ, സർക്കാരുകൾ ഒരു തുടർച്ചയാണ് എന്ന് പറയുമ്പോഴും നയപരമായ ചില വ്യത്യാസങ്ങൾ ആ സർക്കാരുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയ അതേ സത്യവാങ്മൂലം ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അതിൽ കുറെ കൂടി ജാഗ്രത പുലർത്താൻ അത് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും പഴയ ഫയലിലുള്ള ആ സാധനം അതേപടി ആവർത്തിക്കുക മാത്രമേ മുന്നിൽ ഒരു സാധ്യതയായുള്ളൂ എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. അല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഈ അഫിഡവിറ്റ് പുതുതായിട്ട് കൊടുത്തതാണെങ്കിലും മുമ്പ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള നിലക്ക് വീണ്ടും അത് കൊടുത്തതാണ് എന്നാണ്. പക്ഷേ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഗവൺമെൻറ്റിന് അത് സംബന്ധിച്ച നിയമപരമായിട്ടുള്ള ഉപദേശം തേടിയാൽ ആ അഫിഡവിറ്റ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന് വല്ല തകരാറുകളുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നതിന് തകരാറൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ CR നീലകണ്ഠൻ പറയുന്നത് പോലെ ഞാൻ കാര്യങ്ങളെ ലളിതവൽക്കരിച്ചിട്ടൊന്നുമില്ല. ലളിതവൽക്കരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. സാമാന്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ആം ആദ്മി, അണ്ണാ ഹസാരെ, കോൾഗേറ്റ് അഴിമതി എല്ലാം ഇവിടെ ഈ കൂട്ടത്തിൽ പറഞ്ഞത് CR നീലകണ്ഠൻ തന്നെ. ഞാൻ അതുകൊണ്ട് ആ വിഷയങ്ങൾ ഞാനും പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതിനെ ലളിതമായിട്ട് കാണുന്നില്ല. ഈ ഗവൺമെൻറ്റിന് പ്രത്യേകമായിട്ടുള്ള പോളിസി ഉണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ല ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി. ഈ ഗവൺമെൻറ് ന്യായമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ കേസുകളിലും ഈ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള നയമനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തനി ആവർത്തനമായിട്ട് ഈ ഗവൺമെന്റിന് നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ തനിയാവർത്തനമല്ലാതെ എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ല, അത് ഈ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി പറഞ്ഞത് ആണെങ്കിൽ പോലും അഫിഡവിറ്റ് വേണമെങ്കിൽ തിരുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയും അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാം. ഗവൺമെന്റിൻ്റെതായ രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കൊടുക്കാൻ കഴിയും. കാരണം ആ ഒരു വിഷയം മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ കോടതികൾ പോലും എന്ത് അഫിഡവിറ്റ് കൊടുത്താലും എന്ത് കൊടുത്തു. ഇപ്പൊ ശ്രീ പിണറായി വിജയനെ ട്രയൽ കോടതി വെറുതെ വിട്ടു. അവിടെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് CBI പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മലബാർ ക്യാൻസർ സെന്ററിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. പണം അത് കൊടുക്കാൻ സുശാന്തി കാണിച്ചില്ല. ആ പണം എവിടെ പോയി എന്ന ചോദ്യം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 400 ചില്ലാനും കോടി രൂപ മുടക്കിയത് ഒരു പുതുതായി ഒരു യൂണിറ്റ് കഴിഞ്ഞ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അപ്പോ അതെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതും ശ്രീ പിണറായി വിജയനെ അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ആ അഭിപ്രായം ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അല്ലാതെ ശ്രീ CR നീലകണ്ഠൻ പറയുന്ന പോലെ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള നിലപാടുകളിൽ അത് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായത് എവിടെന്നാ? താങ്കൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഈ സത്യവാങ്മൂലം വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞതിൽ നിന്ന്, ഉമ്മൻചാണ്ടിയോട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് നേരത്തെ നമ്മൾ വീണ്ടും ആ ബൈറ്റ് പ്ലേ ചെയ്ത് കാണിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും കഴിയുമല്ലോ, മാറ്റി കൊടുക്കാം. ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഞങ്ങളുടെ സത്യവാങ്മൂലം ഞങ്ങൾക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് മാറ്റി കൊടുക്കാൻ കഴിയും. അപ്പോൾ ശ്രീ സുധാകരന്റെ അഭിപ്രായം താങ്കൾ ശരിവെക്കുന്നു? തീർച്ചയായിട്ടും കെ സുധാകരൻ പരസ്യമായി പറഞ്ഞ ഓരോ വാക്കുകളും അന്വർത്ഥമാണ്. കേരളത്തിലെ ആ കാര്യത്തിൽ ശ്രീ പിണറായി വിജയന്റെ പിറകെ പോയി ആ കേസിനെ അദ്ദേഹത്തെ ശിക്ഷിപ്പിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത കാണിക്കുന്ന കാര്യത്തിൽ എവിടെയോ പരാജയം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ പിണറായി വിജയനുമായ ഒരു കോംപ്രമൈസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ UDF ഉണ്ട് എന്ന വാദഗതി ശ്രീ നീലകണ്ഠനല്ല ആര് പറഞ്ഞാൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യത്തില്ല. ഇവിടെ ശ്രീ CR നീലകണ്ഠൻ അല്ല പറഞ്ഞത്, അത് കെ സുധാകരൻ തന്നെയാണ് പറഞ്ഞത്.
താങ്കൾ മറ്റു കാര്യങ്ങളിലൊക്കെ കെ സുധാകരനെ ശരിവെക്കുകയും ചെയ്യുന്നു. അത് കേസുകാരൻ അങ്ങനെ പറഞ്ഞില്ല, അത് ഭയക്കുന്നു എന്നാ പറഞ്ഞത്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നും പറയുന്നുണ്ട്. ഭയക്കുന്നു, ചീഞ്ഞാറുന്നു എന്ന് പറയുന്നത് ആരെയൊക്കെ സംരക്ഷിക്കാൻ വ്യഗ്രത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പ് തന്നെയല്ലേ? പോലെ ഒരാളെ ഇതുപോലെ ചെയ്യാനൊക്കെ കഴിയുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ഭയക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. എന്തായാലും അത് ശ്രീ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം ഭയമില്ലാത്ത ഒരാളായതുകൊണ്ട് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ശ്രീ സുധാകരൻ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കാരണം ഞങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുന്നവരാണ്, നോക്കുന്നവരാണ്, പാർട്ടി വേദികൾ ചർച്ച ചെയ്യുന്നത്. ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഈ കേസിൽ ശ്രീ പിണറായി വിജയനെ ജുഡീഷ്യൽ സ്കൂട്ടിക്ക് വിടണമെന്ന തീരുമാനം എടുപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള പാർട്ടി തീരുമാനം വൈകിപ്പോയപ്പോൾ ആ പാർട്ടി തീരുമാനത്തെ ഗവൺമെന്റ് തീരുമാനം വൈകിയപ്പോൾ പാർട്ടിയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ മുന്നോട്ട് വന്നവരാണ് ഞങ്ങളൊക്കെ. അവിടെ ശ്രീ അജയ് തറയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മാത്രമല്ല UDFന്റെ മൊത്തം നേതൃത്വത്തിനെതിരെയും UDFന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്ന് സുധാകരൻ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അതെ, അതിനകത്ത് എനിക്കറിയില്ല ആരെയാണ് ഉദ്ദേശിച്ചത്. എന്ത് പറഞ്ഞാലും ശരി, അതിനകത്ത് ചീഞ്ഞു നാറുന്നു എന്ന കാര്യം തർക്കമില്ല. അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള പാർട്ടിക്കകത്താണെങ്കിലും UDFനകത്താണെങ്കിലും അതിനുവേണ്ടിയുള്ള യുദ്ധങ്ങൾ ഞങ്ങൾ തുടരും എന്ന കാര്യം തർക്കവും വേണ്ട. ശ്രീ KN ഖാദർ, അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് സംശയമില്ല, അവർ യുദ്ധം തുടരുക തന്നെ ചെയ്യും. അല്ല, ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇതുപോലുള്ള കേസുകൾ നേരെ ചൊവ്വേ നടത്തും എന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. ഇതിൽ ഈ ഇടക്കിടക്ക് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട് വെറുതെ വിട്ടു. ഇതിൽ പ്രതികളെ വെറുതെ വിട്ടിട്ടില്ല CBI കോടതി. ടെക്നിക്കൽ റീസൺസിനാണ്. ആര് കുറ്റം ചെയ്തോ ഇല്ലേ എന്ന് പരിശോധിച്ചിട്ടില്ല, തെളിവുകൾ നോക്കിയിട്ടില്ല, രേഖകൾ നോക്കിയിട്ടില്ല. ഈ കോടതി CBI കോടതി ടെക്നിക്കൽ സാങ്കേതികമായ കാരണങ്ങളാൽ അന്വേഷണത്തിലുള്ള വീഴ്ച കൊണ്ടും കുറ്റപത്രത്തിൻ്റെ തകരാറ് കൊണ്ടും സാങ്കേതികമായ കാരണങ്ങളാലാണ് ഈ കേസിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുത്തത്. അപ്പോൾ ഈ കേസ് നേരെ ചൊവ്വേ നടത്തുന്ന CBI ആണ് അന്വേഷണം നടത്തിയത്. CBIക്ക് അന്വേഷണം തന്നെ വിട്ടുകൊടുത്തത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന VK ബാലി ഇത് വിട്ടുകൊടുത്തപ്പോൾ അച്യുതാനന്ദൻ കത്തെഴുതിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ബാലിയെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നമുക്കറിയാലോ. അപ്പോൾ ഈ വിഷയം മാത്രമല്ല, ഇപ്പോൾ കടൽ കൊലയുടെ കേസ്, ഇങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്ന കേസുകളിലൊക്കെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കുറ്റം ആരാണ് ചെയ്തിട്ടുള്ളത് അവർ ശിക്ഷിക്കപ്പെടുന്നതിന് നിയമത്തിൻ്റെ വഴിയിൽ സാധ്യമാകുന്നതെല്ലാം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെ, കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസമില്ലല്ലോ ശ്രീ KN ഖാദർ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അപ്പോൾ ഈ കേസിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരന്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായത്തിനപ്പുറത്തേക്ക് അത് വളരും. കെ സുധാകരനും അജയ് തറയിലും പറയുന്നതിലുള്ള വ്യക്തതയില്ലായ്മ എന്ന് വെച്ചാൽ, ഇപ്പൊ അജയ് തറയിൽ പറയുന്നു ജുഡീഷ്യൽ എൻക്വയറി നേരിടാൻ പിണറായി വിജയൻ എന്തിനു ഭയപ്പെടുന്നുവെന്ന്. നിങ്ങൾ കൊടുത്ത കേസിലെ ജുഡീഷ്യൽ കോടതിയിലെ ട്രയൽ കോടതിയിലല്ലേ പിണറായി വിജയൻ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടത്. അതിനു മുമ്പ് CBI അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയന്റെ കുറ്റം കണ്ടെത്തിയിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി UDFന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഭരിക്കുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിച്ചിട്ട് പിണറായി വിജയനെ കുറ്റക്കാരനായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരും കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് കണ്ടെത്തിയല്ലേ. എന്നിട്ടും നിങ്ങൾ വിടില്ല, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട്. മറ്റൊരു കാര്യം കൂടി അജയ് തറയിൽ പറയുണ്ടായി, ഈ ഇടപാടിൽ 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉത്പാദിപ്പിച്ചില്ലെന്ന്. അജയ് തറയിൽ നിന്ന് വെളിച്ചത്തിരിക്കുന്ന പിണറായി വിജയൻ എന്ന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഉത്പാദിപ്പിച്ച വൈദ്യുതിയുടെ വെളിച്ചത്തിലാണ് ഇരിക്കുന്നതെന്ന് അജയ് തറയിലും കൂട്ടർ മനസ്സിലാക്കണം. 1082 മെഗാവാട്ട് വൈദ്യുതി കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉത്പാദിപ്പിച്ച ഒരു കാലഘട്ടം പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് നിങ്ങൾ ഭരിച്ചപ്പോൾ 37 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ചത്. ഇപ്പോഴും നിങ്ങൾ 1 യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. കേരളം ഇന്ന് വെളിച്ചത്തിൽ കഴിയുന്നത് ആ കാലത്തെ വൈദ്യുതി ഉത്പാദനത്തിന്റെ ഫലമായിട്ടാണ്. ആ കരാറിൽ ഇന്നലെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞല്ലോ, സർക്കാരിനാണ് നഷ്ടം വരുത്തിയെന്ന്. കരാറുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നത് ഞങ്ങൾക്കൊരു നഷ്ടവും വന്നിട്ടില്ല എന്ന്. സർക്കാരിന് ഏതാ നഷ്ടം പിന്നെ? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ സമയപരിമിതി മൂലം ഇടപെടുന്നു. ശ്രീ CR നീലകണ്ഠൻ, ഈ രാഷ്ട്രീയമായ ചർച്ചകൾക്കപ്പുറം നിയമപരമായി ഇത് എങ്ങനെയാണ് ഇനി നിലനിൽക്കാൻ പോകുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിലും അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇതിന്റെ നിയമപരമായ സാങ്കത്യം അത് എങ്ങനെയാണ്? അല്ല, ഇത് നിയമപരമായ സാങ്കത്യം ഞാൻ വിചാരിക്കുന്നത് നിയമപരമായി ഇപ്പോഴും ഇതിന് സാധ്യതയുള്ള ഒരു കേസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞാലും കേരള ഗവൺമെൻറ് തിരുത്തിയാലും
ഇതൊക്കെ ഒരുപക്ഷെ പിണറായി വിജയനെ പോലുള്ള ആളുകൾക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും, ഇല്ലയെന്ന് പറയുന്നില്ല. കേസ് വളരെ സങ്കീർണമാണ്. മാത്രമല്ല പിണറായി വിജയനെ പോലുള്ള ഒരാൾ നമുക്ക് നരിമാനെ പോലുള്ള ആളുകളൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ കേസൊന്നും അദ്ദേഹം ഏൽക്കൂല. പ്രശ്നം ഈ UDF-നകത്ത് കൃത്യമായും ഇത് ചെയ്യണമെന്ന് ഈ അജയ് തറയിൽ പറയുന്നത്ര ഒരു വാശി UDF-നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ KN ഖാദറായാലും ഞാൻ പറയുന്നത് വരെയുള്ള അനുഭവം അങ്ങനെയാണ്. അജയ് തറയിലും അതേ സംശയമുണ്ട്. അല്ല, അവിടെയാണ് പ്രശ്നമുള്ളത്. പക്ഷെ അജയ് തറയിലും സംശയമുണ്ടെങ്കിൽ അജയ് തറയിലും സുധാകരനും ഒക്കെ ആ സംശയം പൂർത്തീകരിക്കേണ്ടത് തീർച്ചയായും UDF-ൽ ഇടപെട്ടുകൊണ്ട് തന്നെയല്ലേ. അതിന് നമ്മൾ പറഞ്ഞ പോലെയല്ലോ. ഞാൻ ഈ കേസിലേക്ക് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞാനിതിൽ എൻ്റെ നടത്തിയ അന്വേഷണങ്ങളും അനുഭവങ്ങളും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് പറയുന്നു. ഞാൻ ഈ കേസിൽ നേരിട്ടൊരു കക്ഷിയല്ല. പക്ഷേ നേരിട്ട് കക്ഷിയാവുന്ന ആളുകൾക്കാണ് ഇതിൽ ഇടപെടേണ്ടത്. പ്രത്യേകിച്ചും വേറൊന്നും അത് UDF LDF എന്നല്ല, ഞാനിപ്പോഴും പറയുന്നു കേരളത്തിന് നഷ്ടമുണ്ടായി എന്ന് CAG പറയുമ്പോൾ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് ആനത്തലവട്ട ആനന്ദൻ പിണറായി വിജയൻ കാശ് വാങ്ങിയെന്നുള്ള ഇത് ഈ പ്രസംഗത്തിൻ്റെ ലളിതവൽക്കരണത്തിൽ പറഞ്ഞാൽ പോരാ. ഇത് പിണറായി വിജയൻ കാശ് വാങ്ങിയെന്നൊന്നുമല്ല കേസ്. പാലക്ഷമുള്ള കാശ് വാങ്ങിയിട്ടില്ല, ലല്ലു പ്രസാദ് കാശ് വാങ്ങിയിട്ടില്ല, കാശ് വാങ്ങലൊന്നുമല്ല കേസ്. 5 പൈസ പിണറായി വിജയൻ വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ലളിതമല്ല അത്. പ്രശ്നം എന്താ? പ്രശ്നം ആരാണ് എന്താണ് കേരളത്തിൽ. ഇപ്പം DA രാജ കാശ് വാങ്ങിയെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിയല്ല. അതുപോലെ വളരെയധികം നന്ദി ശ്രീ CR നീലകണ്ഠൻ, ഒപ്പം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ KN ഖാദർ, ശ്രീ അജയ് തറയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തു.